6ലേക്ക് പോവാം. Let capital R be a commutative ring of characteristic 2 and then the mapping A goes to A square is a ring homomorphism from R to R. ഓക്കെ, അപ്പോൾ നമുക്കൊരു കമ്മ്യൂട്ടേറ്റീവ് റിങ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, n ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 വരുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജറാണ് നമ്മുടെ 2 എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ. അപ്പോൾ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എനെ എ സ്ക്വയറിലേക്ക് മാപ്പ് ചെയ്തേക്കുക. അപ്പോൾ അത് ഒരു റിങ് ഹോമോമോർഫിസമാണ്. ഫ്രം ആർ എന്ന അതിലേക്ക് തന്നെ ഉള്ള ഒരു റിങ് ഹോമോമോർഫിസമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നു. എയും ബിയും ബിലോങ്സ് ടു ആർ എടുത്തു. ദെൻ ഫൈ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ബൈ ഡെഫിനേഷൻ അതെന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു, ഇനി 2ab എന്താ 0 ആണ്. കാരണം ക്യാരക്ടറിസ്റ്റിക് 2 ആകുമ്പോൾ അതിലെ ഏതൊരു നമ്പർ എടുത്തിട്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 ആയിരിക്കും. അപ്പോൾ 2ab 0 ആയി. ബാക്കി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി, ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി. ഓൾസോ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു എ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി ഇൻറ്റു എ ബി ഈക്വൽ ടു, ഇനി എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ കഴിയുന്നത് ആർ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണ്. മൾട്ടിപ്ലിക്കേഷനിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ എയും ബിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എ ഒരുമിച്ച് ബി ഒരുമിച്ച് ആക്കി എഴുതിയിട്ട് എ സ്ക്വയറെന്നും ബി സ്ക്വയറെന്നും എഴുതാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് 2 എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ദസ് ഫൈ ഈസ് എ റിങ് ഹോമോമോർഫിസം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 7. ഓൾദോ 2 is at the group of even integers under addition is group isomorphic to the group z under addition, the ring 2z is not ring isomorphic to the ring z. അപ്പോൾ ഒരു റിങ് ഐസോമോർഫിക് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. 2z ഇസഡുമായിട്ട് ഗ്രൂപ്പ് ഐസോമോർഫിക് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റിങ് ഐസോമോർഫിക് അല്ല. അതിൻ്റെ കാരണം നമ്മൾ ഇസഡിനകത്തിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. 1 ഏതൊരു എലമെൻറ്റിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം എലമെൻറ്റ് തന്നെ തരുന്ന രീതിയിൽ നമുക്ക് 1 ഉണ്ട്. പക്ഷേ 2z അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല. അതായത് 2zലെ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ എലമെൻറ്റ് തരുന്ന ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി അവിടെ ഇല്ല. അതാണ് എൻ്റെ കാരണം. ഓക്കെ, എക്സാമ്പിൾ 8. ടെസ്റ്റ് ഫോർ ഡിവിസിബിലിറ്റി ബൈ 9. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ഹോമോമോർഫിസം ഉപയോഗിക്കുകയാണ്. ആൻഡ് ഇൻറ്റീജർ n വിത്ത് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ. ഒരു ഇൻറ്റീജർ ഉണ്ട്, അതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷനാണ് എ കെ മൈനസ് 1 എക്സെട്ര എ നോട്ട്. ഈസ് ഡിവിസിബിൾ ബൈ 9 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് ഈസ് ഡിവിസിബിൾ ബൈ 9. ഓക്കെ, ഒരു ഇൻറ്റീജർ ഉണ്ട്, അതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷനാണ് എ കെ മൈനസ് 1 എക്സെട്ര എ നോട്ട്. അത് ഡിവിസിബിൾ ബൈ 9 ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അതിൻ്റെ സം ഈസ് ഡിവിസിബിൾ ബൈ 9 ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി ഡെസിമൽ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരുന്നത്? അതിനെ ഒരു നമ്പർ ഉണ്ട്, അതിനെ എ കെ ഇൻറ്റു 10⁻k പ്ലസ് എ കെ മൈനസ് 1 ഇൻറ്റു 10⁻k മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ കിട്ടുമ്പോൾ അതിൽ നിന്നാണ് ഈ എ കെ മൈനസ് 1 എല്ലാം എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ കെ മൈനസ് 1 എക്സെട്ര എ നോട്ടെന്ന്. Let alpha from z to z9 be defined by alpha f 10 is equal to 1. ഓക്കെ, z നിന്ന് z9ലേക്ക് ഒരു മാപ്പിംഗ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൽഫ എഫ് 10 ഈക്വൽ ടു 1. ദെൻ 0 ഈക്വൽ ടു ആൽഫ ഓഫ് n ഈക്വൽ ടു ആൽഫ ഓഫ് n എങ്ങനെയാണ് 0 എന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആൽഫ എഫ് 10 ഈക്വൽ ടു 1 എന്നല്ലേ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇസഡിലുള്ള നമ്പേഴ്സ് നമ്മൾ 1 തൊട്ട് 9 വരെ ഉള്ളതിനെ നമുക്ക് ഈ എന്താ പറയുക, 1 തൊട്ട് 8 വരെ ഉള്ളതിനെ നമുക്ക് ഇസഡ് 9-നകത്തിലും 1 തൊട്ട് 8 വരെ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യാം 1 തൊട്ട് 8 വരെ. എന്നിട്ട് ഇസഡിനകത്ത് 9നെ നമ്മൾ ഇസഡ്9-നകത്തുള്ള 0യിലേക്ക് മാപ്പ് ചെയ്യും. പിന്നെ 10നെ വീണ്ടും 1ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ആൽഫ എഫ് n, അതായത് ഇൻറ്റീജർ വിത്ത് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഡിവിസിബിൾ ബൈ 9 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ n ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ ആൽഫ എഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z9-നകത്തിൽ 0 ആയിരിക്കും.
അതായത് 9ൻ്റെ മൾട്ടിപ്പിളും 9ഉം എല്ലാം മാപ്പ് ചെയ്തിരുന്നു 0യിലേക്ക്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് എൻ ഈക്വൽ ടു ആൽഫ ഓഫ് എൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇനി ആൽഫ എന്ന് പറയുന്നത് നമ്മളുടെ ഈ മാപ്പിങ് ഞാനൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ബൈ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നു. ആൽഫ ഓരോന്നിനും കൊടുത്തു, അങ്ങനെ എഴുതി. എന്നിട്ട് ഇനി ആൽഫ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ അത് വരുന്ന സ്ഥലത്തല്ല അത് 1 ആവും. ബാക്കി ആൽഫ ഓഫ് എ കെ പ്ലസ് ആൽഫ ഓഫ് എ കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ഓഫ് എ നോട്ട് ഈക്വൽ ടു ആൽഫ ഓഫ് എ കെ പ്ലസ് എ കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് എന്ന് കിട്ടും. അപ്പോൾ ആൽഫ ഓഫ് എ കെ പ്ലസ് എ കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ Z9ൽ ഒരു നമ്പറിൻ്റെ ഇമേജ് 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 9 എന്നാണ്. അപ്പോൾ എ കെ പ്ലസ് എ കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്ന് കിട്ടും നമുക്ക്. ഇത് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാലും നമുക്ക് എന്താ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണല്ലോ. ഇഫ് പാർട്ടും ഓൺലി ഇഫ് പാർട്ടും ഏത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയ ഒരു പാട്ട് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ മറ്റേ പാട്ടും കിട്ടും. ഓക്കെ, പ്രത്യേകമായിട്ട് പ്രൂഫില്ല. Properties of ring homomorphisms. Theorem 15.1. Properties of ring homomorphisms. Let phi be a ring homomorphism from a ring R to a ring S. Let capital A be a subring of R and let capital B be an ideal of S. ഓക്കെ, നമുക്ക് ഫൈ എന്ന് പറയുന്ന റിങ് ഹോമോമോർഫിസം ഉണ്ട്. ആർ എന്ന് എസ്സിലേക്കാണുള്ളത്. എ എന്ന് പറയുന്നത് ആറിൻ്റെ സബ്റിങ് ആണ്, ബി എന്ന് പറയുന്നത് എസ്സിൻ്റെ സബ്റിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ആർ ബിലോങ്സ് ടു ആർ and any positive integer n, phi of nr equal to n into phi of r and phi of r raised to n is equal to phi of r the whole raised to n. രണ്ടാമത്തത് phi of a is equal to set of all phi of a such that a belongs to a is a subring of s. മൂന്നാമത്തത് if a is an ideal and phi is on to s then phi of a is an ideal. Okay, a is an ideal and phi is on to s then phi of a is an ideal. ഐഡിയലിൻ്റെ ഇമേജ് ഐഡിയൽ ആണെന്ന്. ഇനി നാലാമത്തത് ഫൈ ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ആർ ബിലോങ്സ് ടു ആർ സച്ച് ആയിട്ട് ഫൈ ഓഫ് ആർ ബിലോങ്സ് ടു ബി. അതായത് പ്രീ ഇമേജ് ഐഡിയലിൻ്റെ പ്രീ ഇമേജ് ഐഡിയലാണെന്ന്. അഞ്ചാമത്തെ ഇഫ് ആർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ദെൻ ഫൈ ഓഫ് ആർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളതിൻ്റെ ഇമേജ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അടുത്തത് ഇഫ് ആർ ഹാസ് യൂണിറ്റി 1, എസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഫൈ ഈസ് ഓൺ ടു ആർ ദെൻ ഫൈ ഓഫ് 1 ഈസ് ദി യൂണിറ്റി. അതായത് യൂണിറ്റിയുടെ ഇമേജ് യൂണിറ്റി ആയിരിക്കും. ഇനി അടുത്ത ഫൈ ഈസ് ആൻ ഐസോമോർഫിസം ഇഫ് ആൻഡ് ഓൺലി ഫൈ ഈസ് ഓൺ ടു ആൻഡ് കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് സെറ്റ് 0 ആയിരിക്കണം. ഓക്കെ, എട്ടാമത്തെ ഇഫ് ഫൈ ഈസ് ആൻ ഐസോമോർഫിസം ഫ്രം ആർ ടു എസ് ദെൻ ഫൈ ഇൻവേഴ്സ് ഈസ് ആൻ ഐസോമോർഫിസം. അതായത് ഐസോമോർഫിസത്തിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐസോമോർഫിസം ആയിരിക്കുമെന്ന്. നെക്സ്റ്റ് തിയറം 15.2. കേർണൽസ് ആർ ideals. Let phi be a ring homomorphism from a ring R to a ring S. Then kernel of phi is equal to set of all R belongs to R such that phi of R is equal to 0 is an ideal of R. പിന്നെ പ്രൂഫ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ എഴുതിയ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ട്രൈ ചെയ്ത് നോക്കാം, കാരണം അത് കുറച്ചുകൂടി നമ്മുടെ ഐഡിയ ഡെവലപ്പ് ആവാം. ആർക്കും എഴുതാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊന്ന് എഴുതി. വി വിൽ പ്രൂവ് ദ റിസൾട്ട് ബൈ യൂസിങ് ഐഡിയൽ ടെസ്റ്റ്. ഐഡിയൽ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ R1ഉം R2ഉം നമുക്ക് കേർണൽ ഓഫ് ഫൈ എന്ന് എടുക്കുന്നു. അപ്പോൾ ഫൈ ഓഫ് R1ഉം ഫൈ ഓഫ് R2 ഈക്വൽ നമുക്ക് 0 വരും ബൈ ഡെഫിനിഷൻ. ഇനി R1 മൈനസ് R2 അതിലുണ്ടെന്നാണ് ഐഡിയൽ ടെസ്റ്റ് വെച്ചിട്ട് ആദ്യം നമ്മൾ കാണിക്കേണ്ടത്. ഫൈ ഓഫ് R1 മൈനസ് R2 ഈക്വൽ ടു ഫൈ ഓഫ് R1 മൈനസ് ഫൈ ഓഫ് R2 ഈക്വൽ ടു 0 മൈനസ് 0 ഈക്വൽ ടു 0. ഇംപ്ലൈസ് R1 മൈനസ് R2 ബിലോങ്സ് ടു കേർണൽ ഓഫ് ഫൈ. രണ്ടാമത്തെ R ബിലോങ്സ് ടു R ആൻഡ് A ബിലോങ്സ് ടു കേർണൽ ഓഫ് ഫൈ. ദെൻ ഫൈ ഓഫ് R ഇൻറ്റു A ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് R ഇൻറ്റു ഫൈ ഓഫ് A ഈക്വൽ ടു ഫൈ ഓഫ് R ഇൻറ്റു 0, കാരണം എ കേർണലിലുള്ളതാണല്ലോ, ഈക്വൽ ടു 0 സിൻസ് എ ബിലോങ്സ് ടു കേർണൽ ഓഫ് ഐ. ഓൾസോ ഫൈ ഓഫ് എ ആർ ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ആർ ഈക്വൽ ടു 0 ഇൻറ്റു ഫൈ ഓഫ് ആർ ഈക്വൽ ടു 0. Therefore എ ആർ ആർ എ ബിലോങ്സ് ടു കേർണൽ ഓഫ് ഐ. Thus കേർണൽ ഓഫ് ഐ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ. ഓക്കെ, രണ്ട് പ്രോപ്പർട്ടി ആയി. അടുത്ത തിയറം 15.3. ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിങ്സ്. ലെറ്റ് ഫൈ ബി എ റിങ് ഹോമോമോർഫിസം ഫ്രം ആർ ടു എസ്. Then the mapping from R by kernel of I to phi of R given by R plus kernel of I to phi of R is an isomorphism. In symbols, R by kernel of I is isomorphic to phi of R.
ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഫൈ എന്ന് പറയുന്നത് ആറിന് എസിലേക്കുള്ള ഒരു റിംഗ് ഹോമോമോർഫിസം ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ബൈ കേർണൽ ഓഫ് ഫൈ എന്ന് ഫൈ ഓഫ് ആറിലേക്ക് നമ്മളൊരു മാപ്പിംഗ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ആർ പ്ലസ് കേർണൽ ഓഫ് ഫൈ ഗോസ് ടു ഫൈ ഓഫ് ആർ. ഇതൊരു ഐസോമോർഫിസമാണ്. ഇൻ സിമ്പിൾസ് ആർ ബൈ കേർണൽ ഓഫ് ഫൈ ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആർ. അടുത്ത തിയറം 15.4 ഐഡിയൽസ് ആർ കേർണൽസ്. എവരി ഐഡിയൽ ഓഫ് എ റിംഗ് ആർ ഈസ് ദി കേർണൽ ഓഫ് എ റിംഗ് ഹോമോമോർഫിസം ഓഫ് ആർ. In particular, an ideal capital A is the kernel of the mapping R goes to R plus A from R to R by A. Every ideal of a ring R, അതായത് കേണൽ എന്ന് പറയുന്നത് ഐഡിയലാണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ച് ഏതൊരു ഐഡിയൽ എടുത്തു കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു മാപ്പിങ്ങിൻ്റെ കേണലാകുന്ന രീതിയിൽ നമുക്കൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാനും കഴിയും. ഓക്കെ, ആ മാപ്പിങ് ഇനി പർട്ടിക്കുലർ ആൻ ഐഡിയൽ എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഉണ്ട്. ഇസ് എ കേർണൽ ഓഫ് ദി ആറിനെ ആർ പ്ലസ് എയിലേക്ക് മാപ്പ് ചെയ്യുക. അതായത് ആറിനെ ആർ ബൈ എയിലേക്ക് നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മാപ്പിങ്ങിൻ്റെ കേർണലായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എ. റിമാർക്ക് ദ ഹോമോമോർഫിസം ഫ്രം ആർ ടു ആർ ബൈ എ ഗിവൻ ഇൻ തിയറം 15.4 ഈസ് കോൾഡ് ദ നാച്ചുറൽ ഹോമോമോർഫിസം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മളീ പറഞ്ഞ ആറിന്ന് ആർ ബൈ എയിലേക്കുള്ളതിനെ തിയറം 15.3 ഈസ് നോൺ ആസ് ദി ഫണ്ടമെൻ്റൽ തിയറം. നേരത്തെ നമ്മൾ കണ്ടല്ലോ 15.3 ആണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് റിംഗ് ഹോമോമോർഫിസംസ്. അടുത്ത് തിയറം 15.5 ഹോമോമോർഫിസം ഫ്രം ഇസഡ് ടു എ റിംഗ് വിത്ത് യൂണിറ്റി. ലെറ്റ് ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി 1. ദ മാപ്പിംഗ് 5 ഫ്രം ഇസഡ് ടു ആർ ഗിവൺ ബൈ എൻ ഗോസ് ടു എൻ ഇൻറ്റു 1 ഈസ് എ റിംഗ് ഹോമോമോർഫിസം. ആറെന്ന് പറയുന്നത് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഡിഫൈൻഡ് ഫ്രം ഇസഡ് ടു ആർ ഗിവൺ ബൈ എൻ ഗോസ് ടു എൻ ഇൻറ്റു 1 ഈസ് എ റിംഗ് ഹോമോമോർഫിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് 5 ഫ്രം ഇസഡ് ടു ആർ ഗിവൺ ബൈ ഫൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1. 6 റിംഗ് വിത്ത് യൂണിറ്റി ആണ്. മാപ്പിംഗ് 5 ഫ്രം ഇസഡ് ടു ആർ ഗിവൺ ബൈ എൻ ഗോസ് ടു എൻ ഇൻറ്റു 1 ഈസ് എ റിംഗ് ഹോമോമോർഫിസം. വി ഹാവ് 5 ഫ്രം ഇസഡ് ടു ആർ ഗിവൺ ബൈ ഫൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1. Let m comma n belongs to z, then phi of m plus n equal to m plus n into 1. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. അങ്ങനെ എഴുതാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഡെഫിനിഷൻ. ഈക്വൽ ടു എം ഇൻറ്റു 1 പ്ലസ് എൻ ഇൻറ്റു 1 ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഈക്വൽ ടു ഫൈ ഓഫ് എം പ്ലസ് ഫൈ ഓഫ് എൻ. അടുത്തത് ഫൈ ഓഫ് എം എൻ ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ എം എൻ ഇൻറ്റു 1 ആണ്. അതിനെ നമുക്ക് ഇടയ്ക്കൊരു സ്റ്റെപ്പ് വിട്ടു പോയത് മുകളിലൊക്കെ എഴുതിയിരിക്കുന്നത്. എം എൻ ഇൻറ്റു 1നെ 1 ഇൻറ്റു 1 എന്ന് എഴുതാം. ഈക്വൽ ടു ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. എം ഇൻറ്റു 1 ഇൻറ്റു എൻ ഇൻറ്റു 1 ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ. ഓക്കെ.